കമറുദ്ദീൻ, രാജ്യത്തിലെ അനീതിയും അക്രമവും അമർച്ച ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സേനാധിപന്റെ വാൾ നിങ്ങൾക്ക് എന്തിനാണ്? അലാവുദ്ദീൻ ഒരു സാധാരണ പ്രജ. അവനില്ലായിരുന്നെങ്കിൽ ഈ സിംഹാസനം രക്തം പുരളുമായിരുന്നു. അവിടുന്ന് ക്ഷമിക്കണം ഷാഹൻഷാ. ആ കൊള്ളക്കാരുടെ എല്ലാം തലകൾ കൊണ്ടുവന്നു ഞാൻ ഈ കാൽക്കൽ ഉരുട്ടിവിടാം. സംസാരത്തിൽ മാത്രം സാമർഥ്യം ഒതുങ്ങരുതും കമറുദ്ദീൻ. നാം അത് പ്രവൃത്തിയിൽ കാണട്ടെ. കൽപ്പന പോലെ ഈ ആജ്ഞ ഞാനിതാ നിറവേറ്റുന്നു ഷാഹൻഷാ. കമറുദ്ദീനും പോകാം. അലാവുദ്ദീനെ, മോനെ അലാവുദ്ദീനെ. ഹക്കീം സാഹിബ്, എന്റെ മോൻ മിണ്ടുന്നില്ലല്ലോ. ഭയപ്പെടാനൊന്നുമില്ല, വെറും ഒരു മയക്കം, വേറെ ഒന്നുമില്ല. രാവിലെ എല്ലാം നേരെയാവും. രാജാവ് തന്നയച്ചതാണ്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള പാരിതോഷികം 1001 ദീനാർ. ഞങ്ങളുടെ നന്ദിയും സ്നേഹവും രാജാവിനെ അറിയിക്കണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഖുദാഫീസ്. മോനെ അലാവുദ്ദീനെ, വേദനിക്കുന്ന മോനെ? വല്ലാതെ വേദനിക്കുന്നമ്മ, സഹിക്കാൻ വയ്യ. ഓ, എന്തു വേണാവോ? എന്റെ മോന്റെ കിടപ്പ് കണ്ടില്ലേ? അവനെ എങ്ങനെയെങ്കിലും സുഖമാക്കണം. ഉമ്മ, എനിക്ക് സുഖമായി. അതിന് നീ എന്തിനാ എങ്ങനെ കിടന്ന് തുള്ളിച്ചാടുന്നത്? മര്യാദയ്ക്ക് അവിടെ കിടന്ന് കുറച്ചുറങ്ങ്. ഞാൻ കിടന്നോളാം, ഉമ്മ പൊയ്ക്കോളൂ. എന്നെ ശുശ്രൂഷിക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്താണ് ഉമ്മ? ഞാനിത് ഇവിടെ വെച്ച് മറന്നുപോയി മോനെ. ഇതെന്താ? രാജാവ് നിനക്ക് കൊടുത്തയച്ചതാ 1001 ദിനാർ. നീ എന്താ ഇതുവരെ ഉറങ്ങാതിരുന്നത്? അപ്സരസുകൾ വന്ന് ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. എന്താടാ ഈ പറയുന്നത്? അല്ല, അതൊന്നുമില്ല. ഈ വീട് നന്നായിണ്ട്, പക്ഷെ ഇത് അപ്സരസുകളുടെ വീട് പോലെ. ശരി ശരി ശരി, ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഉമ്മയാണോ ഇതൊക്കെ പറയുന്നത്? ഞാൻ അറിയാതെ പറഞ്ഞുപോയി. ഹിംറാജ്, ഗുഹയിലെ അത്ഭുത വിളക്ക് എനിക്ക് കിട്ടിയില്ല. അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി നീ എന്നെ സഹായിക്കണം. നിന്നെ സഹായിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. മോതിരം നീ നഷ്ടപ്പെടും. മേലാൻ എന്റെ സഹായം നീ തേടരുത്. കഴിച്ചിട്ട് കിടന്നുറങ്ങ. എനിക്കൊന്നും വേണ്ട ഉമ്മ. ഒന്നും കഴിക്കാതെ കിടക്കരുത് മോനെ, എന്തെങ്കിലും ഇത്തിരി. എനിക്ക് വിശക്കുന്നില്ല. ഉമ്മ പോയി കഴിച്ചിട്ട് കിടന്നോളൂ. പൊയ്ക്കോളൂ.
ആലംബന. ഷംറൽ അമീർ, എനിക്ക് രാജകുമാരിയെ നേരിട്ട് കാണണം, സംസാരിക്കാം. ഇത് വേണോ? അമീർ, എനിക്ക് രാജകുമാരി ഇഷ്ടമാണ്, അവളെ നേരിട്ട് കാണണം. ഇത് വലിയ കാര്യമാണോ? ഇങ്ങോട്ട് വിളിക്കട്ടെ? വേണ്ട വേണ്ട, മറ്റെവിടെങ്കിലും മതി. അലാവുദ്ദീൻ, റോഷ്നി, എന്നെ ഇഷ്ടമാണ്. അമീർ! ആലംബന, ക്ഷമിക്കണം, ഞാൻ രാജകുമാരിയെ കൊട്ടാരത്തിലെത്തിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് ആപത്താണ്. അപ്പൊ ഇതാണ് നിന്റെ പണി അല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. ആലംബന, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ കാര്യം ഉമ്മയോട് പറയേണ്ടി വരും. അല്ല എന്റെ അമീര്, നമ്മൾ തമ്മിൽ എന്തിനാ വിരോധം? നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ പറ, അങ്ങനെ പറ. കുമാരി, കുമാരി എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കൊട്ടാരം മുഴുവൻ നോക്കി, കുമാരി കണ്ടില്ല. എന്താ കുമാരി? ഞാൻ ഒരാളെ കണ്ടു. ആര്? അലാവുദ്ദീനെ. അലാവുദ്ദീനെയോ? എപ്പോ? എവിടെ വെച്ച് കണ്ടു? എവിടെയോ? എന്നെ. കുമാരി പോയി കിടന്നുറങ്ങും. എന്തോ സുഖമില്ലെന്ന് തോന്നുന്നു. ഇല്ല ഗുൽനാർ, ഞാൻ അലാവുദ്ദീനെ കണ്ടു. ആ മാറിൽ മയങ്ങി വീണു. കുമാരി എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. ശരി, നമുക്ക് നാളെ തന്നെ അലാവുദ്ദീനെ നേരിൽ പോയി കാണാം. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടാക്കാം.